ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സുകളായിട്ടാണ്. നമുക്ക് ഓരോന്നോരോന്നും എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ലിക്വിഡ് സോപ്പ് ഡിസ്പെൻസറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ഉറപ്പായിട്ടും നമ്മുടെ വീട്ടമ്മമാർക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി കേട്ടോ. കാരണം ആദ്യം എൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്രസ് ചെയ്യുന്ന ടൈപ്പ് അങ്ങനത്തെ ആയിരുന്നു. അതിൻ്റെ ആ ഒരു സംഭവം എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് അത് വർക്കാവുന്നില്ല. അപ്പം ഞാൻ ഇത് വാങ്ങിയതാണ് കേട്ടോ. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിലൊരു കണ്ടെയ്നറും പിന്നെ ഇതുപോലെ ഒരു സ്പോഞ്ചും പിന്നെ ടോപ്പും കൂടെ വരുന്നുണ്ട്. സംഭവം കൊള്ളാം കേട്ടോ. അപ്പം നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പേർപ്പസ് എന്താണെന്ന് വെച്ചാൽ ലിക്വിഡ് വേസ്റ്റ് ആവരുത് എന്ന് തന്നെയാണ്. അപ്പോൾ എനിക്കും വേണ്ടത് അത് തന്നെയാണ്. കാരണം ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഒരു ബോക്സിൽ ലിക്വിഡ് എടുത്ത് അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അതാണെങ്കിൽ ആവശ്യത്തിന് ലിക്വിഡ് എടുത്ത് വെള്ളം ഉപയോഗിച്ചാണല്ലോ നമ്മൾ മിക്സ് ചെയ്തിട്ടാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്ക് പിന്നീട് എനിക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അതിൻ്റെ അകത്ത് കുറച്ച് വേസ്റ്റൊക്കെ വന്നിട്ട് പാത്രം കഴുകുന്ന സമയത്ത് വേസ്റ്റ് വന്നിട്ട് പിന്നെ അത് എനിക്ക് കളയേണ്ട വരുന്നുണ്ട്. അപ്പം ഞാനിത് വാങ്ങി നോക്കിയതാണ്. ഇതാകുമ്പോൾ ഇതുപോലെ പ്രസ് ചെയ്തതിൻ്റെ അകത്തേക്ക് ലിക്വിഡ് വീഴുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പം വർക്ക് ചെയ്തിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ട്. ഉറപ്പായിട്ടും നമുക്ക് വീട്ടമ്മമാർക്ക് യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് നോക്കാം. അയ്യോ, ഞാൻ ഒരുപാട് കാത്തിരുന്ന് കിട്ടിയൊരു ഹാങ്ങറാണിത് കേട്ടോ. എനിക്ക് ഈ ചെറിയ ചെറിയ സോക്സ് ഇല്ലേ, ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നത് കൊണ്ട് പാച്ചക്കുട്ടീൻ്റെ സോക്സും പിന്നെ അതുപോലെ തന്നെ ചെറിയ നിക്കറുകളൊക്കെ തൂക്കിയിടാൻ വേണ്ടി ഒരു സ്പേസ് വേണം. അതിൽ തന്നെ കുറേ സ്പേസ് നമ്മുടെ അതിൽ പോകുന്നുണ്ട്. അപ്പം ഞാനിതിങ്ങനെ നോക്കി വാങ്ങിയതാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടായിരുന്നു, അത് ഞാൻ വാങ്ങത്തില്ല. കാരണം അത് ഞാൻ വാങ്ങിയിട്ട് എനിക്കത് ഭയങ്കര ഫ്ലോപ്പായിരുന്നു. പെട്ടെന്നത് ചീത്തയായിപ്പം പോരാത്തിന് നല്ല വെയിലത്ത് കിടക്കുന്നില്ല. അപ്പോൾ ഇതാകുമ്പോൾ സ്റ്റീൽ ടൈപ്പാണ്. ഇതിന് ഇതുപോലെ ക്ലിപ്സും സ്റ്റീൽ ടൈപ്പാണ് വരുന്നത്. സൂപ്പറാണ്. അപ്പോൾ കാണാനൊക്കെ അടിപൊളിയാണ്. ഇനി ഇതിൻ്റെ വർക്കിങ്ങും കൂടെ ഒന്ന് നോക്കണം. അപ്പോൾ ദേ ക്ലിപ്സൊക്കെ നോക്കിക്കോ. അത്യാവശ്യം കാണാനൊക്കെ കൊള്ളാം കേട്ടോ. നല്ല മൊഞ്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ഹാങ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ സോക്സ് ഇട്ട് നോക്കി. അപ്പോൾ സോക്സ് അങ്ങനെ പിടിച്ച് കിടക്കുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ നിക്കറുകളും പിന്നെ ഷോർട്സില്ലേ, വീട്ടിൽ ഇട്ട് നടക്കുന്ന ഷോർട്സും ഒന്ന് ഇട്ട് നോക്കി കേട്ടോ. അതും അതിൽ പിടിച്ചു കിടക്കുന്നുണ്ട്. എനിക്ക് കണ്ടിട്ട് തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്ന പോലെ ഒരു ഫീല്. നിങ്ങൾക്ക് തോന്നിയോയെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ ഇതിൻ്റെ ലിങ്ക് ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതെല്ലാത്തിൻ്റെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കമൻറ്റ് ചെയ്യണം. പിന്നെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലിങ്ക് ആണെങ്കിലും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് അയച്ചു തരുവാണെങ്കിൽ ഞാനതിൻ്റെ വാങ്ങിയിട്ട് റിവ്യൂ ചെയ്യാം കേട്ടോ. അടുത്തൊരു പ്രോഡക്റ്റാണ് ഇതും ഒരു ഹാങ്ങർ തന്നെയാണ്. പക്ഷേ ഇത് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് വീട്ടിൽ ആണിയൊന്നും അടിക്കാൻ താല്പര്യം ഇല്ലാത്ത കൂട്ടരാണെങ്കിൽ ഈ ഒരു ഐറ്റം സൂപ്പറായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്യണം. ഇതിൽ 2 സംഭവങ്ങൾ തന്നിട്ടുണ്ട്. അതിങ്ങനെ കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതെവിടെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഡോറിൻ്റെ ബാക്കിലായിട്ട് ഇതങ്ങോട്ട് ഹാങ് ചെയ്തിടുക. ഇനി നമുക്ക് കിച്ചൺ യൂസിനാണെങ്കിൽ നമ്മുടെ കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇതുപോലുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഹാങ് ചെയ്തിടാം. ഇനി അങ്ങനെയല്ല നമുക്ക് ബാഗും കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്തിടാനാണെങ്കിൽ അതിനും പറ്റും കേട്ടോ. ഇനി അതൊന്നുമല്ല നമുക്ക് ഡ്രസ്സൊക്കെ ഹാങ് ചെയ്തിടാനാണെങ്കിൽ അതും പറ്റും. അപ്പം ഇതിൻ്റെ ഉപയോഗം ഒന്നാണെങ്കിലും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇത് ഉപയോഗിക്കാം. ഇനി ലാസ്റ്റ് വൺ ഞാൻ കാണിച്ചത് ഇത് ഐറ്റമാണെന്ന്. ഇതും എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടൊരു പ്രൊഡക്റ്റാണ്. കാരണം ഇതൊരു വാച്ച് ബോക്സാണ് കേട്ടോ. ഓർഗനൈസറാണ്. നമ്മുടെ വാച്ചെല്ലാം നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഐറ്റമാണ്. സൂപ്പറാണ് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിൽ 12 വാച്ചുകളാണ് ഇത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ സ്പേസാണ് ഇതിനുള്ളത്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു തലയിണയിൽ നമുക്ക് വാച്ച് ഇതിങ്ങനെ എല്ലാവർക്കും അറിയാമല്ലോ അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പം ഞാൻ വാച്ച് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് കാണിക്കാം കേട്ടോ.